EMSനെയും ഉമ്മൻചാണ്ടിയെയും ചൊല്ലി പുതുപ്പള്ളിയിൽ പുതിയ തർക്കമുണ്ടാവുന്നു. എന്ത് തർക്കമാണത്? പുതുപ്പള്ളി പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന് ഏത് പേരിടണം എന്നതാണ് തീരുമാനം. പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് സമിതി, അത് LDFന്റെ പഞ്ചായത്ത് സമിതിയാണ് EMSന്റെ പേരിടണം എന്ന് പറയുന്നു. എന്നാൽ പ്രതിപക്ഷം പറയുന്നു, പുതുപ്പള്ളിയല്ലേ, ഉമ്മൻചാണ്ടിയെ മറന്നുകൊണ്ടൊരു കമ്മ്യൂണിറ്റി ഹാൾ വരാൻ നമ്മൾ അനുവദിക്കില്ല, അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്ന് പഞ്ചായത്തിലെ പ്രതിപക്ഷവും പറയുന്നു. കമ്മ്യൂണിറ്റി ഹാളിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകണമെന്ന് കോൺഗ്രസ്, EMSന്റെ പേര് നൽകുമെന്ന് ഭരണപക്ഷമായ CPM. എന്നാൽ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയുടെ പേര് മതിയെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി ഒടുവിൽ തീരുമാനമെടുത്തത്. രാഷ്ട്രീയ വിഷയമായതോടെ നിരാഹാര സമരമായി, പ്രതിഷേധമായി. എന്തായാലും കോൺഗ്രസ് ഇന്നിപ്പോൾ നിരാഹാര സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നു. പേരുമാറ്റം ഉണ്ടാകില്ലെന്ന് തറപ്പിച്ച് പറയുകയാണ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി. ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കലാണെന്ന് ചാണ്ടിയുമ്മൻ MLAയും പറയുന്നു. നമുക്ക് ആ പ്രതികരണമൊന്ന് കേട്ടുവരാം. ശരിയാണെന്ന് പുതുപ്പള്ളിയിലെ സാധാരണക്കാരെ ഒരാളെങ്കിലും പറഞ്ഞാൽ അങ്ങ് ഇട്ടോളൂ. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരോട് ചോദിക്കാൻ അങ്ങ് തയ്യാറാവണം. വിവരമുള്ള നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയും ശരിയാണെന്ന് പറയും. നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറം നാടിനെ കുറിച്ച് ചിന്തിക്കാം. ഇവിടെ ഈ നാടിനെ കുറിച്ച് ചിന്തിക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ഞാൻ 40 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ മുന്നിലുള്ള റോഡിലൂടെ കൊടുക്കാൻ അത് തകർന്നു കിടക്കുക. ഞാൻ MLA ആയി 1 മാസത്തിനുള്ളിൽ പഞ്ചായത്തിലേക്ക് ചെന്ന് 40 ലക്ഷം രൂപ കൊടുക്കുവാൻ തയ്യാറായ MLA ആണ്. അങ്ങോട്ട് പോയി എന്നെ കാണാൻ വരാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് പോയി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവരെ കണ്ട് അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഞാൻ അങ്ങോട്ട് പോയതാണ്. എന്നെ ബഹിഷ്കരിക്കുക ചെയ്ത് 40 ലക്ഷം രൂപ ഒരു MLA എന്ന നിലയ്ക്ക് എന്റെ കർത്തവ്യമാണ്. ആ റോഡിനെ കുറിച്ചുള്ള ചിന്ത ഞാനാണ് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അങ്ങോട്ട് പോയത്. ഞാൻ ചെന്നപ്പോൾ ഒരു മെമ്പർമാർ പോലും അവിടെ ഇല്ല. എന്നിട്ട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം നമുക്ക് തീരുമാനിക്കാം. PR പ്രവീണ നമുക്കൊപ്പം ചേരുന്നുണ്ട്. PR പ്രവീണ, ഒടുവിൽ ഇപ്പോൾ EMSന്റെ പേരാണ് കമ്മ്യൂണിറ്റി ഹാളിന് ഇട്ടിരിക്കുന്നത്. നിരാഹാര സമരം എവിടം വരെ എത്തി? പേര് മാറാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതല്ല EMSന്റെ പേരിട്ട് ഒരു പ്രതിഷേധം അർപ്പിച്ച് പിരിയലാണോ? എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും EMSന്റെ പേരിൽ തന്നെ കമ്മ്യൂണിറ്റി ഹാൾ അറിയപ്പെടും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പേര് അവിടെ കുറിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പേര് മാറ്റം ഇനി വലിയ ചർച്ചയ്ക്ക് സാധ്യതയുമില്ല. മാത്രവുമല്ല, ഭൂരിപക്ഷമുള്ള CPM അംഗങ്ങൾ അത് തീരുമാനവും എടുത്തു കഴിഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി പാസ്സാക്കി കഴിഞ്ഞു. നാളെ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നടക്കും, പേരിടൽ കർമ്മവും നടക്കും. ഇന്നിപ്പോൾ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ നിരാഹാര സമരം ഒരു ദിവസത്തെ ഒരു നേരം, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നിരാഹാര സമരം നടക്കുകയാണ്. പ്രതിഷേധം ഇങ്ങനെ ശാന്തമായി അവസാനിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും തീരുമാനം. ഉമ്മൻചാണ്ടിയുടെ പേര് ജനങ്ങളുടെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും പുതിയ തർക്കങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല, ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിനും സാധ്യതയില്ല. സമാധാനപരമായി സമരം പ്രതിഷേധം അറിയിച്ചു തീർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പണ്ട് ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പേരിൽ പലതും ഇരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പുതുപ്പള്ളിയല്ലേ, ഉമ്മൻചാണ്ടിയുടെ പേരിട്ടൂടെ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ഞങ്ങൾ ആദ്യ മുഖ്യമന്ത്രിയുടെ പേരിടാം, EMSന്റെ പേരിടാം എന്ന് തീരുമാനിക്കുന്നു ഭരണസമിതി എന്നുള്ളത്. അത് ഭരണസമിതിയുടെ അവകാശമാണ്. പേരിടണമെന്ന് പറയേണ്ടത് കോൺഗ്രസിൻ്റെയും അവകാശമാണ്. അത് നാട്ടുകാരുടെ അവകാശമാണ്.